ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ ബ്ലോക്ക് 2 ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 3 ആണ്. ഇതിന് മുന്നേ ഉള്ള എല്ലാ യൂണിറ്റ്സിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. സോ ഈ ഒരു യൂണിറ്റ് 3 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ന്യൂസ് സ്റ്റോറി സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ ന്യൂസ് സ്റ്റോറീസ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മളൊരു ന്യൂസിനെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. സോ ന്യൂസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ പീപ്പിൾസിൻ്റെ റീഡിങ് ഹാബിറ്റ്സ് അടുത്ത കാലത്തായിട്ട് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. കുറേയധികം ആൾക്കാർ കുറച്ച് ഹറിബറി ആയിട്ടാണ് വായിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പോകാനുള്ള ക്ഷമയൊന്നും ഇപ്പോൾ തീരെ ഇല്ല. സോ നമുക്ക് ചെറുതായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം. എത്രയും പെട്ടെന്ന് നമുക്ക് എത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നോ അത്രയും നല്ലത് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആൾക്കാരുടെ റീഡിങ് ഹാബിറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡോ ഇൻട്രൊഡക്ഷനോ മാത്രം വായിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ റീഡേഴ്സ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ലൈൻസ് ഹെഡ്ലൈൻസിലൊക്കെ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വെച്ചാൽ മാത്രമാണ് ആ ഒരു ന്യൂസ് അവർ വായിക്കുന്നതായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരത് കേൾക്കുന്നതായിട്ടുള്ളൂ. ഓക്കെ, സോ ന്യൂസ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് 2 മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കാഷ്വൽ ലീഡേഴ്സിനും അതിനെ കറക്റ്റായിട്ട് ആ ഒരു ന്യൂസ് ഫോളോ ചെയ്യുന്ന റീഡേഴ്സിനും 2 പേർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ന്യൂസിനെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ഫാക്റ്റുകളെല്ലാം റീഡേഴ്സിനോ ലിസണേഴ്സിനോ എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ വേണം നമ്മളതിനെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അതായത് അവർ കുറച്ച് പാരഗ്രാഫുകൾ ഇടയിലുള്ളത് അവസാനമുള്ളതൊന്നും വായിക്കാൻ വിട്ടുപോയാൽ പോലും അവർക്ക് ആ ഒരു ന്യൂസിൻ്റെ കണ്ടൻറ്റ് മനസ്സിലായിട്ടുണ്ടാവണം എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ന്യൂസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ എങ്ങനെയാണ് ന്യൂസ് സ്റ്റോറിയുടെ സ്ട്രക്ചർ വരുന്നത് എന്നറിയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ കമ്പോണൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമ്മളുടെ ടോപ്പിക്ക്, ന്യൂസ് റിപ്പോർട്ടിൻ്റെ കമ്പോണൻസ്. സോ ന്യൂസ് റിപ്പോർട്ടിൻ്റെ കമ്പോണൻസിൽ വരുന്നത് ആദ്യത്തെ ആണ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. ലാർജ് ഫോണ്ടിൻ്റെ ടെക്സ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെഡ്ലൈൻസ് എന്ന് പറയാം. തലക്കെട്ടുകൾ, അത് ഹെഡിങ്സ് നമ്മൾ എഴുതി വയ്ക്കുന്നതിനാണ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പറിൽ മാഗസീനിലൊക്കെ ഉണ്ടാവുന്ന, ബ്രോഡ്കാസ്റ്റിൽ ടെലിവിഷൻ റേഡിയോയിലൊക്കെ ഉണ്ടാവുന്ന ടൈറ്റിൽസ്. ഓക്കെ, ന്യൂസ് പേപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാഗസീനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽസ്, TV-യിലും റേഡിയോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെഡ്ലൈൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടോണും സൈസും സ്റ്റൈലും ഒക്കെ വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ഹെഡ്ലൈൻസ് ഭയങ്കര വലുതായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക, ചിലത് അത്രത്തോളം വലുതായിരിക്കില്ല. സോ ആ രീതിയിൽ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് ഈ ഹെഡ്ലൈൻസിൻ്റെ സൈസും സ്റ്റൈലും ടോണും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. ദെൻ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ബൈലൈൻ എന്ന് പറയുന്നത്. ബൈലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓദർ ചെയ്തിരിക്കുക, അതിൻ്റെ ഓദർ ആരാണോ, അത് എഴുതിയിരിക്കുന്നത് ആരാണോ, അല്ലെങ്കിൽ അത് ആ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണോ, ആ റൈറ്ററിൻ്റെ പേര് എഴുതുന്നത് ആ ഒരു ലൈനിനെയാണ് നമ്മൾ ബൈലൈൻ എന്ന് പറയുക. നമ്മളുടെ ഹെഡ്ലൈനിൻ്റെ തൊട്ട് താഴെ ആയിട്ടായിരിക്കും സാധാരണയായിട്ട് ബൈലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഓൺലൈൻ പോർട്ടൽസ്, ബ്ലോഗ്സ്, ഇതിലെല്ലാത്തിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്, ബൈലൈൻ കാണാവുന്നതാണ്. ദെൻ മൂന്നാമത്തെ ആണ് ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, എവിടെ നിന്നാണോ റിപ്പോർട്ടർ ഈ ഒരു സ്റ്റോറി ഫയൽ ചെയ്യുന്നത് ആ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ്, ഏത് ഡേറ്റിനാണ് ഈ ഒരു സ്റ്റോറി നമ്മൾ സ്റ്റോറി ഇൻ ദ സെൻസ് ന്യൂസ് സ്റ്റോറി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇത് സാധാരണയായിട്ട് ന്യൂസ് സ്റ്റോറിയുടെ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മുകളിലായിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക, ഈ ഒരു ഡേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത്. സോ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ്. ആ ന്യൂസിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫിനെയാണ് നമ്മൾ ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഈ ഒരു പാർട്ട് മാത്രമായിരിക്കും ചില സമയത്ത് റീഡേഴ്സ് വായിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നമ്മളുടെ 5 Ws and 1 H ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന 6 കമ്പോണൻറ്റും ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം എന്ത്, ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ലീഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നതാണ് ബോഡി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കോഡ്സ്, ഒപ്പീനിയൻസ്, ഫാക്ട് ആയിട്ടുള്ള ഡാറ്റകൾ, അതിനെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആയിരിക്കും എന്തിൽ വരിക, ഈ ഒരു ബോഡിയിൽ വരിക. ഇത്
എല്ലാ റീഡേഴ്സിനും മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ വേണം എഴുതിയിട്ടുണ്ടായിരിക്കാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻഡിങ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറീൻ്റെ റാപ്പപ്പ് ആണ് ഇതിൽ വരിക, അതിൻ്റെ ഒരു എൻഡിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. എന്തെങ്കിലും ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സോ ഡിസ്കഷൻസോ റിലേറ്റ് ചെയ്ത് വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ബ്രീഫായിട്ട് വേണം കൊടുക്കാനായിട്ട്. അത് വായിക്കുമ്പോൾ റീഡേഴ്സിന് മനസ്സിലാവണം ഇതൊരു എൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ അത് ആ ഒരു ന്യൂസിലൊരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോഗ്രാഫറുടെ പേര്, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോഗ്രാഫറുടെ പേര്, അതുപോലെ ഏതെങ്കിലും ഇൻഫർമേഷൻ ന്യൂസ് ഏജൻസീസ് ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പേര്. സോ അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ലൈനാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഇമേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമേജസിൻ്റെ താഴെ ഒരു അടിക്കുറിപ്പ് കൊടുക്കുമല്ലോ, ആ ഒരു ചിത്രത്തിന് ഒരു അടിക്കുറിപ്പ് കൊടുക്കില്ലേ, സോ അതിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുക. ടെക്സ്റ്റ് പ്രിൻറ്റഡ് ബിലോ എ ഫോട്ടോഗ്രാഫ് എന്നുള്ളതാണ് ക്യാപ്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ പീപ്പിളോ ആക്ടിവിറ്റീസോ എന്തെങ്കിലും നമ്മളതിൽ ഫോട്ടോ എടുത്ത ഡേറ്റോ അത് ആരെടുത്തു എന്നോ അങ്ങനെ എന്താണെങ്കിലും കാണിച്ചിരിക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നതിനെയാണ് ക്യാപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ ഈ യൂണിറ്റിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ന്യൂസ് സ്റ്റോറി സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെ സ്ട്രക്ചറിൽ നമുക്ക് ന്യൂസ് സ്റ്റോറീസ് കൊടുക്കാം, അതായത് ന്യൂസ് കൊടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് 2 സ്ട്രക്ചറാണുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. സോ ഇവിടെ കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നു, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് താഴേക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ കൊടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം കൊടുക്കുന്നു, പിന്നെ ഇങ്ങനെ താഴേക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ലീഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും അതിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ദെൻ സബ്സിക്വൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വരുന്ന പാരഗ്രാഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതിന് നട്ട് ഗ്രാഫ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം റീഡറിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള ഒരു ഇതുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഹാർഡ് ന്യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹാർഡ് ന്യൂസ് സ്റ്റോറീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാർഡ് ന്യൂസ് എന്താ, സോഫ്റ്റ് ന്യൂസ് എന്താ എന്നുള്ളത്. സോ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയാം. ഏറ്റവും ലീഡായിട്ടുള്ള ഇൻട്രോ ആയിട്ടുള്ള പോർഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം ബോഡി കൊടുക്കുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ദെൻ ജനറൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. സോ ഇങ്ങനെ വലുതിൽ നിന്നും ചെറുതായി വരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആദ്യം, പിന്നെ ഇമ്പോർട്ടൻസ് കുറവിനനുസരിച്ച് താഴേക്ക് വരുന്നു എന്നുള്ള രീതിക്കാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ എൻറ്റയർ ന്യൂസ് വായിക്കണം എന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായാൽ മതി എന്നുണ്ടെങ്കിൽ എവിടെ മാത്രം വായിച്ചാൽ മതി, ആ ഫസ്റ്റത്തെ പോർഷൻ മാത്രം വായിച്ചാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈസി നാവിഗേഷൻ ആണ്. അതായത് ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നിർത്താം. ഓക്കെ, ആദ്യത്തെ 2 പാരഗ്രാഫ് വായിച്ചിട്ട് നിർത്തി എന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് നിർത്തിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ മുഴുവൻ വായിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, കാരണം നമുക്ക് എന്താണോ നമുക്ക് അറിയേണ്ടത് അത് നമുക്ക് എവിടെ തന്നെ അറിയും, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അറിയും. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വരെ വായിക്കണം എന്നുള്ള രീതിക്കാണ് വരുന്നത്. സോ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിംപ്ലിഫൈസ് എഡിറ്റിംഗ് എന്നുള്ളതാണ്. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള പോർഷൻസ് അവോയ്ഡ് ചെയ്യാം. എവിടെയായിരിക്കും അൺനെസസറി ആയിട്ടുള്ള പോർഷൻസ് വരുന്നുണ്ടായിരിക്കുക, താഴെ. ഓക്കെ, കാരണം നമ്മൾ അത് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് സ്പേസ് സേവ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കാനുണ്ട്, വേറെ ന്യൂസ് കൊടുക്കണം. സോ ഇതിൻ്റെ സ്പേസ് കുറച്ച് കമ്മിയാക്കണമെന്നുണ്ടെങ്കിൽ എവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ലാസ്റ്റത്തെ പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതാണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് എഡിറ്റിംഗ് ഈസിയാണ്. സ്പേസ് സേവിങ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിപ്പോർട്ടേഴ്സിന് പുതിയ എന്തെങ്കിലും സ്റ്റോറീസ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് കോളത്തിൽ അത് ഫിക്സ് ചെയ്യണം, അത്ര സ്പേസേ ഉള്ളൂ, അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എഫക്റ്റീവ് ആണ്. സോ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഇത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. നമ്മളുടെ ഡിജിറ്റൽ ഏജ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ലിമിറ്റ് ചെയ്യും. കാരണം റൈറ്റേഴ്സിന് അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഒന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനും എവിടെ തന്നെ പറയണം, ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഈ ഒരു മെത്തേഡിൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ക്രിയേറ്റീവായിട്ടൊന്നും തന്നെ അതിൽ ചെയ്യാൻ പറ്റില്ല. സർപ്രൈസ് എലമെൻ്റ് ഒക്കെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫർദർ ഒരു സർപ്രൈസ് എലമെൻറ്റ് അതിൽ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പേസ് കുറച്ച് കുറവാണ് അവിടെ.
ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് റീഡേഴ്സിന് അത് അത്രത്തോളം സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. കാരണം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് വേണം, അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള സമ്മറീസ് വേണം എന്നൊക്കെ പറയുന്നവർക്ക് ഫസ്റ്റിൽ തന്നെ എല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഫർദർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടില്ല എന്നുള്ളൊരു രീതിക്ക് ഒന്ന് പറയുന്നു അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വരുന്നു, പിന്നൊന്ന് പറയുന്നു അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വരുന്നു, അങ്ങനെയല്ലല്ലോ ഇതിൽ പറയുന്നത്. എന്തൊക്കെ പറയാണ്ടോ അത് മുഴുവൻ ഫസ്റ്റ് പറയുന്നു, പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നു എന്നുള്ള രീതിക്കാണ് എന്നുള്ളത് കൊണ്ട് ഇത്രയും അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ മെത്തേഡ് അല്ലെങ്കിൽ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്ട്രക്ചറാണ് അവർ ഗ്ലാസ് സ്ട്രക്ചർ. അവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ഗ്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെയായിരിക്കും, ദെൻ ഇവിടെ ഒരു പിടുത്തുണ്ടാവും, ദെൻ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് വരുന്നു എന്നുള്ള രീതിക്കാണ് എന്ത് വരിക, അത് നമ്മുടെ അവർ ഗ്ലാസ് വരിക. നമ്മളിങ്ങനെ സമയമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചൊക്കെ വയ്ക്കൂലേ, ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ വയ്ക്കൂലേ, ആ സാധനം. സോ ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പിലാണ് എന്ത് വരുന്നത്, ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. അതായത് സാധാരണ നമ്മളുടെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ വരുന്നത് പോലെ കൺവെൻഷണൽ ഓപ്പണിംഗ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനീഷ്യൽ പാരഗ്രാഫിന് ശേഷം നമ്മളൊരു നറേറ്റീവ് അപ്രോച്ചാണ് എടുക്കുക. അതൊരു നറേഷൻ ആവുന്നു, ദെൻ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. സോ ഇത് ആക്ച്വലി ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഫാക്ച്വൽ റിപ്പോർട്ടിങ്ങും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. സോ ക്രൈം, ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് റിപ്പോർട്ട്സ്, മീറ്റിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നതിന് ഈ ഒരു സ്ട്രക്ചറാണ് അവർ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നമ്മളുടെ അവർ ഗ്ലാസ് സ്ട്രക്ചറിന് 3 മെയിൻ പാർട്ടാണുള്ളത്. ആദ്യത്തെയാണ് ദ ടോപ്പ്, പിന്നെ ദ ടേൺ, പിന്നെ നറേറ്റീവ്. ഓക്കെ, ടോപ്പ് എന്ന് പറയുന്ന പോർഷൻ, ടേൺ എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു രീതിയിലേക്ക് വരുന്നു, ഇൻവേർട്ടഡ് സ്റ്റൈലിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ദെൻ അവിടെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് ദ നറേറ്റീവ് പോർഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഈ ടോപ്പ് എന്ന് പറയുന്ന പോർഷനിൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ പോലെ തന്നെയാണ് ആ ഒരു ടോപ്പ് എന്നുള്ള പോർഷൻ വരുന്നത്. സോ ഇവിടെ മോസ്റ്റ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രൈമറി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഇഷ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദ ടേൺ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നതിനെയാണ് ദ ടേൺ എന്നുള്ള പോർഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കുറച്ചുകൂടെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒരു ട്രാൻസ്പെറൻറ്റ് മാനറിൽ റീഡേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ദ നറേറ്റീവ് എന്നുള്ള പോർഷനിൽ നമുക്ക് 3 കമ്പോണൻസ് ആണ് വീണ്ടും ഉള്ളത്, ദ ബിഗിനിങ്, മിഡിൽ, എൻഡ്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, ക്രോണോളജിക്കൽ ഓർഡറിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ, കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു എക്സ്പ്ലോറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ സ്റ്റോറിക്ക് കുറച്ചുകൂടെ ഒരു റിച്ചർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ, എങ്ങനെയാണ് ആ ഇവൻ്റ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാൻ, അങ്ങനെയാണ് എന്ത് വരുന്നത്, ഇത് നറേറ്റീവ് എന്നുള്ള സെഷൻ വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അവർ ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ന്യൂസിനെ പറയാനായിട്ട് പറ്റും. അവരുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് ഷോ ചെയ്യാൻ പറ്റും. മറ്റേതിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ക്രിയേറ്റീവ് ആവാൻ പറ്റുന്നില്ല റൈറ്റേഴ്സിന് എന്നുള്ളത്. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കിവിടെ മാറ്റാൻ പറ്റുന്നതാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നറേറ്റീവ് സെഷനിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ ഫസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലാവാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെ ക്ലാരിഫൈഡ് ആവും, ഈ ഒരു നറേറ്റീവ് സെഷനിൽ ക്ലാരിഫൈഡ് ആവും. ദെൻ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യാനും ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്താനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ലിഷർ പീരീഡിൽ നമുക്കിങ്ങനെ സമാധാനമായിട്ട് കാംലി റീഡ് ചെയ്ത് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അൺഫോൾഡ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ന്യൂസ് അറിഞ്ഞ് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു അവർ ഗ്ലാസ് സ്ട്രക്ചർ നമുക്കുള്ളത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ക്യുക്ക് റീഡേഴ്സിന് ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം ഇത് മുഴുവൻ ഇങ്ങനെ സ്റ്റോറി അൺവീൽ ചെയ്ത് വരുന്ന അത്രയും ക്ഷമയില്ലാത്ത റീഡേഴ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ അവർക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്ന റീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടമാവണം എന്നില്ല. ദെൻ സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് നറേഷനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ കാര്യത്തിലൊന്നും ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസിൻ്റെ കാര്യത്തിൽ പറ്റില്ല. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇത്രയാണ് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ടിൻ്റെ കമ്പോണൻസ് എന്നുള്ളതും എന്തൊക്കെയാണ് സ്ട്രക്ചർ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.